ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ചാളമീൻ വരട്ടി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് ചാളമീൻ. ഇനി ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അടുപ്പത്ത് പാൻ വെച്ച് അടുപ്പ് കത്തിച്ച് കൊടുക്കണേ. ചട്ടി ചൂടായാലുണ്ട് തേങ്ങ എണ്ണ ഒഴിച്ച് കൊടുക്കണം. ഇതിന് തേങ്ങ എണ്ണയാണ് നല്ല ബെസ്റ്റ്, അതാണ് നല്ല ടേസ്റ്റിനും നല്ലതാണ്. ചട്ടി ചൂടാകുമ്പോൾ അതിനാവശ്യമായ സാധനങ്ങൾ: ചെറിയ ഉള്ളി, ഒരു 5 ചെറിയ ഉള്ളി അരിഞ്ഞതാണ്, ഒരു നല്ല പഴുത്ത തക്കാളി അരിഞ്ഞു വെച്ചത്, വെളുത്തുള്ളി ഒരു 2 വെളുത്തുള്ളി അരിഞ്ഞത്, ഒരു തുണ്ട് ഇഞ്ചി അരിഞ്ഞത്, 2 പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണേ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് കിണ്ടി കൊടുക്കണം. എന്നിട്ട് ഇതിനാവശ്യമായ പുളി നമുക്കെടുക്കാം. ഇതാക്കണ്ട, ഒരു തേൻ മുട്ടായി അളവിന് പുളി എടുത്ത് ഈ വെള്ളത്തിലേക്ക് ഇടണം. അത് കുറച്ച് നേരം കിടക്കുമ്പോൾ കുറച്ച് നല്ല സോഫ്റ്റായി കിട്ടുമ്പോഴത്തേക്ക് ഇത് പിഴിഞ്ഞെടുക്കാനോ. കണ്ടോ, ഇതിൻ്റെ ഒരു പച്ച നാറ്റം ഉണ്ടല്ലോ, ഈ പച്ച നാറ്റം അങ്ങോട്ട് മാറുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണം. അവരവർക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവ് ഓരോരുത്തർക്കും ഓരോ രീതിയല്ലേ, അതനുസരിച്ച് കൊടുക്കണേ. കുറച്ച് ഒരു 1/4 സ്പൂൺ പോലെ മഞ്ഞൾപ്പൊടി, ചെറിയ ഒരു ടേസ്റ്റ് വ്യത്യാസത്തിന് വേണ്ടിയിട്ടാണ്. പെരുംജീരകപ്പൊടി ഇത് തീർച്ചയായിട്ടും നമ്മൾ ഇടണം. 1 സ്പൂൺ മല്ലിപ്പൊടി. എന്നിട്ട് ഇതിനെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. കറുത്ത് പോലെ തീ കുറച്ച് വെച്ച് ഇതുപോലെ. എന്നിട്ട് ഇതിലേക്ക് 2 കറിവേപ്പില ഇടണം. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കിണ്ടി കൊടുക്കണേ. ഈ പരുവാകുമ്പോൾ അടുപ്പ് ഓഫാക്കണേ. കണ്ടോ, നല്ല തണുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷം നമുക്കിതിനെ ഇച്ചിരി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരുന്നില്ലേ പുളി പിഴിഞ്ഞ വെള്ളമാണ്, ഈ വെള്ളം കുറച്ചൊന്ന് ഇതിലോട്ട് വീഴ്ത്തി നമുക്കിത് നന്നായിട്ട് മഷി പോലെ അടിച്ചെടുക്കാതെ. കണ്ടോ, ഇതുപോലെ നന്നായിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കണേ. എന്നിട്ട് നമുക്ക് അടുപ്പ് കത്തിച്ച് ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി നന്നായിട്ട് ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ വീട്ടി കൊടുക്കും. കണ്ടോ, എണ്ണ നന്നായിട്ട് ചൂടാവണേ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ 2 ഇതാ കണ്ടോ, കുറച്ച് ഉലുവ ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ. കുറച്ച് എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പില്ലേ, അത് ഇതിലേക്ക് വീട്ടി കൊടുക്കാം. കണ്ട, വീട്ടിയിട്ട് ഇതുപോലെ നന്നായിട്ട് ഈ അളവിൽ നന്നായിട്ട് കലക്കി വെച്ച് കൊടുക്കണേ. ഇതിന് ഉപ്പും പുളിയും കറക്റ്റ് ആണോ എന്ന് നോക്കിക്കൊള്ളണേ. നമ്മൾ ആദ്യം മസാല വറക്കുമ്പോഴേ അതിലും നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. അത് നോക്കിയതിന് ശേഷമാണ് നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ ഉപ്പിടാവും. എന്നിട്ട് അടച്ചു വയ്ക്കണേ. അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച് മീനിട്ട് കൊടുക്കും. മീനിട്ട് കൊടുത്തിട്ട് വീണ്ടും അടച്ചു വെച്ച് കൊടുക്കണേ. തുറന്ന് നോക്കണേ. കണ്ടോ, നമ്മൾ മീൻ കലക്കുമ്പോഴത്തേക്ക് അരപ്പ് കലക്കുമ്പോൾ വേറൊരു കളറായിരുന്നില്ലേ, ഇപ്പൊ കണ്ട നന്നായിട്ടൊരു കളർ വന്നില്ലേ, അടിപൊളിയാണ്. സ്പൂണിട്ട് നിങ്ങൾ കറക്കരുത്, കറക്കി കഴിഞ്ഞാൽ മീൻ മുറിഞ്ഞു പോകും. ഇതുപോലെ എടുത്ത് നന്നായിട്ടൊന്ന് ഇതാക്കിയിട്ട് കുറച്ച് ഒരു തുള്ളിക്ക് പച്ച എണ്ണ വീട്ടി കൊടുക്കണേ. എന്നിട്ട് 2 കരിയപ്പടിയും കൂടെ ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് അടച്ച് വെച്ച് അടുപ്പ് ഓഫാക്കിയിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കി നമുക്ക് ചോറിനോട് കഴിക്കാം. കണ്ടോ, നമ്മൾ 2 മണിക്കൂർ കഴിഞ്ഞ് എടുത്തപ്പോൾ കണ്ടോ, കണ്ടോ, അടിപൊളിയല്ലേ. ഇതുപോലെ എല്ലാവരും വെച്ച് നോക്കണേ. വെച്ചിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണേ.